കഴിക്കാൻ വേണ്ടി, മൈക്കൊന്നും കണക്ട് ചെയ്തിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് വന്നിരിക്കുന്നത്? നീല എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലാട്ടോ വന്നിരിക്കുന്നത്. നീല വെജ് റെസ്റ്റോറൻറ്റാണ്. മെനു ഒക്കെ അടിപൊളി മെനു ആണ് കേട്ടോ. മെനു എങ്ങനെ ഉണ്ട് അച്ചു? അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇച്ചിരി ലേറ്റായി പോയി, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നത് നെയ്യില എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ കേട്ടോ. അടിപൊളി ആംബിയൻസ് ആണ്. സുപ്രീമിൻ്റെ മുകളിലായിട്ട് ആംബിയൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് മെനു ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടംപോലെ വലിയ മെനുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് തന്നെ ഇഡ്ഡലി, സെറ്റ് ഇഡ്ഡലി, ബട്ടൂര, പൂരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, ചപ്പാത്തി, ഇത്ര ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറീസായിട്ട് കടല, ചെന്ന മസാല, വെജ്, മിക്സഡ് വെജ് കറി, ഇതൊക്കെയാണ് വരുന്നത്. പ്രൈസൊക്കെ വരുന്നത് ബട്ടൂരയ്ക്ക് 65, ഇഡ്ഡലി ഓവർ പ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ സ്പെഷ്യൽ ദോശാസൊക്കെ ഉണ്ട്. അത് 4 മണി തൊട്ട് 10 മണി വരെ, അതായത് വൈകുന്നേരം 4 to 10 ആണ് ഇതിൻ്റെ ടൈം പറഞ്ഞേക്കുന്നത്. അതിനകത്ത് പാവ് ബജി ദോശ, അങ്ങനെയുള്ള വെറൈറ്റി ദോശയൊക്കെ ഉണ്ട് കേട്ടോ. ഗോബി മഞ്ചൂരിയൻ ദോശ, ചില്ലി ഗോബി ദോശ, മഷ്റൂം ചില്ലി ദോശ, പനീർ ചില്ലി, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ദോശ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത് ഒരു 110 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 170 വരെ ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. പിന്നെയും ദോശ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തന്നെയാണ്. മസാല ദോശ, ഗീ ദോശ, അങ്ങനെയുള്ള കാഷ്യൂ റവ ദോശ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ദോശാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ ദോശാസും കൊടുത്തിട്ടുണ്ട്. അത് വീക്കെൻഡ് സ്പെഷ്യൽ ദോശാസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ 4 മണി തൊട്ട് 10 മണി വരെ വരുന്നതാണ്. അതിനകത്ത് വീറ്റ് ദോശ വരുന്നുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ എന്താണ് ചോക്ലേറ്റ് ദോശ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്പെഷ്യൽ ദോശയുടെ കാര്യം. അത് വീക്കെൻഡ് ആട്ടോ. 4 to 10 ആണ് അതിൻ്റെ ടൈമിങ്. വീറ്റ് ദോശ സിംഗിള്, സെറ്റ്, റവ ദോശ, കാശ്മീരി ദോശ, ചോക്ലേറ്റ് ദോശ, ഇത്രയാണ് സ്പെഷ്യൽ വരുന്നത്. അതൊരു 100 to 130 ഒക്കെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. പിന്നെ സ്നാക്സ്, ടീ, കോഫി, പിന്നെ സാലഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ സൂപ്സ് ഉണ്ട്. സ്പെഷ്യൽ വീക്കെൻഡ് ഐറ്റം ആയിട്ട് പനീർ. നമ്മൾ ഓർഡർ ചെയ്ത സാധനം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം ബട്ടൂര കേട്ടോ. ഓർഡർ ചെയ്തത് ബട്ടൂര വന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സ്പെഷ്യൽ വീക്കെൻഡ് ഐറ്റംസ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പനീറിൻ്റെ കൊണ്ടാട്ടം, മഷ്റൂം കൊണ്ടാട്ടം ഒക്കെ, പനീർ കൊണ്ടാട്ടം. ഒരു ചായ പറഞ്ഞിട്ടുണ്ട്, ചായയും വന്നു. അങ്ങനെ ആ ഐറ്റം നമ്മൾ വിചാരിച്ച സാധനം ഒരുപാട് സമയം എടുക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ കൈ കഴുകിയിട്ട് വരാം. ഓക്കെ, ഷോട്ടിന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലാട്ടോ വലിയ ബട്ടൂരയാണ്. പിന്നെ അതിൻ്റെ കൂടെ ചന മസാലയുണ്ട്. ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചായയും തുടങ്ങാം. ഞങ്ങൾ ബട്ടൂര കഴിച്ചു തുടങ്ങി കേട്ടോ. എങ്ങനെയുണ്ട് അച്ചു ബട്ടൂര? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ്. നമ്മൾ മുമ്പൊക്കെ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും വെറൈറ്റി ടേസ്റ്റ്. കറിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ സാധാരണ മേടിക്കുന്ന ആ ഒരു കറിയുടെ ടേസ്റ്റേ അല്ല അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളിപ്പം രണ്ടുപേരും ബട്ടൂര എടുത്തത്, രണ്ടുപേർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു. ഒരു റീസൺ ഉണ്ട് ബട്ടൂര എടുക്കാൻ. നമ്മള് ലേറ്റ് ആയിപ്പോയി, ഒരുപാട് ലേറ്റ് ആയി പോയിട്ടാ നമ്മള്. പക്ഷെ ബട്ടൂര പറയാം. അതെ, ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ എന്നെ കാണാൻ പറ്റുമോ നോക്കേ? കാണാൻ പറ്റുമോ? സത്യം പറഞ്ഞാണല്ലോ ഇതിന് അടിപൊളി ടേസ്റ്റ്. ഇത് ഞങ്ങക്ക് സജസ്റ്റ് ചെയ്ത് തന്നത് ഒരു ചേട്ടനാണ് കേട്ടോ. ആ ചേട്ടൻ കിംസിൽ വർക്ക് ചെയ്യാണ്. അപ്പം പുള്ളിക്കാരനാണ് ഞങ്ങൾക്ക് ഇതൊന്ന് സജസ്റ്റ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞ് ഒന്ന് വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചു. അപ്പം നല്ല വെർത്താണ് കേട്ടോ. ഇവിടെ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു സജസ്റ്റ് ചെയ്താലും. നമ്മൾ RP മാളിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട.
മുകളിൽ നല്ല ക്രിസ്പി ആയിട്ടും താഴെ നല്ല ഇതായിട്ടും ഒരു പ്രത്യേക ടേസ്റ്റ്. ഇത് ഒരെണ്ണം കഴിച്ചാൽ വയറെന്ന് അറിയും. ഇത് ഒരെണ്ണം കഴിച്ചാൽ വയറ് അറിയാം കേട്ടോ. ഇത് എനിക്കൊന്ന് 65 ഞാൻ മെനു ബാക്കി പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് കൊണ്ടാണ് കഴിക്കാതിരിക്കാൻ പറ്റാത്തതിൽ. കാരണം ഇങ്ങനെ നമ്മൾ വന്നിരുന്ന് ഇതണക്ക് ചെയ്യാറില്ല. അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ വന്നിരുന്നത് അല്ലെ വ്ളോഗ് കണക്ക് ചെയ്യുന്നത്, ഫുഡ് കഴിക്കുന്നത് അല്ലേ. അത് നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മുടെ സാധനങ്ങൾ ചെയ്യാറുള്ളൂ. പലയിടത്തും നമ്മൾ പോകാറുണ്ട്, പക്ഷെ ഫുഡ് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ വ്ളോഗ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കിങ്ങനെ ഒരു സജഷൻ വന്നതുകൊണ്ട് ആദ്യമേ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങി. കഴിച്ചപ്പോൾ നല്ലോണം ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളി ടേസ്റ്റ്. എന്തായാലും ഒരു പ്രാവശ്യം ഇങ്ങനെ നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വരണം കേട്ടോ. വലിയ ഓവർ പ്രൈസിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല. സൂപ്പർ സാധനമാണ്. പിന്നെ ഓവർ പ്രൈസിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല. നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, കുഴപ്പമൊന്നുമില്ല, വലിയ ബഡ്ജറ്റ് ഒന്നും. പിന്നെ ഒരു ഫൈൻ ഡൈനിങ്, നല്ല ആംബിയൻസ് ആണ്, അടിപൊളി ആംബിയൻസ് ഇവിടെ കഴിക്കാൻ. നമുക്കിനി ഒരു അതിന് മൊത്തത്തിൽ വന്നിരുന്ന് കിട്ടുന്നു കഴിക്കണം. ഉറപ്പായിട്ടും ഇത് സത്യം പറഞ്ഞ രാവിലെ വെച്ച് പറഞ്ഞതല്ലേ നമുക്ക്. ഞങ്ങൾ നേരെ ഏട്ടന്റെ വീട്ടിലായിരുന്നു, നേരെ വീട്ടിൽ പോകുന്ന വിചാരിച്ചു, വീട്ടിൽ നിന്ന് കഴിക്കാൻ വിചാരിച്ചേ. പക്ഷെ ഞങ്ങൾ പിന്നെയാണ് ആലോചിച്ചത് അല്ലേ, പെട്ടെന്ന് ഞങ്ങളുടെ പ്ലാൻ മാറിയത്. പിന്നെ വന്ന വീടിക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു എന്താ നമുക്ക് വേറൊരിടത്തു നിന്ന് കഴിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം കഴിക്കുന്നുണ്ടോ ഇവിടെ കടപ്പാക്കടയിലും അവിടുന്ന് കഴിക്കണമെന്ന് അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ നമ്മൾ പെട്ടെന്നാണ് നമ്മളെ പ്ലാൻ ഒന്ന് മാറ്റി പിടിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ കഴിക്കാനായിട്ട് വരുന്നതിന് മുമ്പാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫോളോവർ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്തത്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഞാൻ വിചാരിച്ച എന്താ പ്രൈസിങ് ഒരുപാട് കൂടുതൽ ഞാൻ മനസ്സിലെങ്ങനെ വിചാരിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല പ്രൈസിങ് ആയിരിക്കും, ഈ ഫൈൻ ഡൈനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും പ്രൈസിങ് കൂടുതലായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വലിയ പ്രൈസിങ് ഇല്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ല എവിടം വരെ പറഞ്ഞു നിർത്തിയെന്ന് എനിക്ക് ഓർമ്മയില്ല, എങ്കിലും ഞാൻ പറയാം. ഇവിടെ ചൈനീസ് ഐറ്റംസ് ഉണ്ട്, അതൊരു 160 തൊട്ട് 190 130 ഒക്കെ ഒരുപാട് ഐറ്റംസ്. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഇന്ത്യൻ ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട്. ആലു പൊറോട്ട, ബട്ടർ പുലാവ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇന്ത്യൻ കറീസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഒരു വെജിറ്റേറിയൻ ആണെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ഇതൊരു വെജിറ്റേറിയൻസിന് വളരെ സെലക്റ്റഡ് ആയിട്ട് കുറച്ചെടുത്തേ പോകാൻ പറ്റുള്ളൂ. വെജിറ്റേറിയൻസിന് ഒരു ബെസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഫൈൻ ഡൈനിങ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. വളരെ കുറച്ച് സാധനം നമ്മൾ കഴിച്ചുകൊള്ളെങ്കിലും കഴിച്ച സാധനത്തിന്റെ ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് നിങ്ങളിൽ പറഞ്ഞത്. ഈ ഒരു ബട്ടൂര് കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളാവും. ഇതുവരെയും തീർന്നില്ല. നമ്മൾ എത്ര നേരം സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുക കഴിക്കാനായിട്ട്, ഇതുവരെയും തീരുന്നില്ല. ഡെസേർട്ട് ഐറ്റംസ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ഉണ്ട്, മൊജിറ്റോസ് ഉണ്ട്, ഫലൂഡാസ് ഉണ്ട്, ഈ ഷേക്ക് വിത്ത് ഐസ്ക്രീം, സാധാ ഷേക്ക്, അങ്ങനെ ഒരുപാട് മെനു ഉണ്ട് കേട്ടോ. ഒരുപാട് ഉണ്ട്. ഓവർ പ്രൈസിങ്ങോ കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ ജസ്റ്റ് ഒരു തവണയെങ്കിലും വന്ന് നോക്കുക. പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ പ്രൈസ് കൂടുതലാണെന്ന് തോന്നും, പക്ഷേ ഈ സാധനം വർത്താണ്. കാരണം 65 റുപ്പീസാണ് ഈ സാധനം വർത്താണ്. ഞാൻ അച്ചു കഴിച്ച് നിന്നിട്ട് ചായ കുടിയും തുടങ്ങിയല്ലടാ. അടിപൊളി ചായ
ഇഷ്ടപ്പെട്ടു. നല്ല കടുപ്പൊക്കെ ഉണ്ട്. കടുപ്പൊക്കെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞ ഒരു കാര്യം ഉണ്ടോ, എനിക്ക് ഈ കറി ഒരു രക്ഷയില്ല. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല ക്രീമിയാണ്. ഇത് കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള കറിയാണ് അല്ലേ. ക്രീം ചേർക്കുന്നുണ്ടായിരിക്കും ഇത്രയും ടേസ്റ്റ് വരും. എന്തായാലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. സൂപ്പർ അതെ, ഓരോ തവണ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പൊ ബട്ടൂര കഴിച്ചപ്പോ തന്നെ ഞങ്ങൾ വയറ് നിറഞ്ഞു പോയി. അതുകൊണ്ട് ഇനി ഒന്നും ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. ഹെവിയാണ്. അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കടുപ്പം, നല്ല നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല കടുപ്പത്തിന്, പക്ഷെ നല്ല ടേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കട്ട്ലറീസ് ഒക്കെ അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനവും അടിപൊളി. ഒരു വെറൈറ്റി ഫീൽ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ബട്ടൂര കഴിച്ചോളൂ. അത് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അതുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുത്തു, വീട്ടിൽ പോകുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ ഐറ്റം ഒന്ന് മാറി മാറി ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് എന്തായാലും ഈ കട സജസ്റ്റ് ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ, ഞങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മൾ വരുന്നത്. അറിഞ്ഞത് ഞാൻ എവിടെയോ ജസ്റ്റ് ഇതൊന്ന് കണ്ടായിരുന്നു, പക്ഷെ ഓപ്പൺ ആയോ ഇല്ലെന്നൊന്നും അറിയില്ല. ജസ്റ്റ് കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നടുത്താന്ന് ഇങ്ങനെ ആരോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആരോ എന്തിലും ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, എനിക്കറിയാം എന്ന് ഞാനിങ്ങനെ ആ ബ്രോയുടെ ഞാൻ പറയുകയും ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും നല്ല ഇൻഗ്രീഡിയൻസ് ആയിരിക്കും, ഇത്രയും ടേസ്റ്റ് ഉള്ള ഫുഡായിരിക്കും. മെയിനായിട്ട് പറയുന്ന ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡ്, സർവീസ് പക്ക. അങ്ങനെ നമ്മളെ ബില്ല് വന്നു. അപ്പൊ എല്ലാവരും ബില്ല് എത്ര ആയി എന്നല്ലേ നോക്കിയിരിക്കുന്നത്. നമ്മൾ മേടിച്ചത് 2 ബട്ടൂരി 2 ചായയാണ് മേടിച്ചത്. അതിൻ്റെ കൂടെ നമുക്ക് കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ 170 രൂപ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എങ്ങനെ ഇവിടെ കയറുന്നത് ഏകദേശം ഒരു 100, 110, 120 രൂപ എങ്ങനെയൊക്കെയാലോ അതിന് മുകളിൽ എന്തായാലും 140 ഒക്കെ ആവുന്നുണ്ട്. 140 ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണെന്ന് ഒരിക്കലും പറയത്തില്ല. കാര്യം ഈ തരുന്ന ഒരു ക്വാണ്ടിറ്റിയിലും ടേസ്റ്റിലും ഒരിക്കലും അത് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പലർക്കും പല പ്രോസ്പെക്ട് ആണ്. പക്ഷെ എങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഇതേ കൊറോണയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു അല്ലേ. എപ്പോഴെങ്കിലും നമ്മൾ അത്ര പൈസ ഉള്ളവരൊന്നുമല്ല, എങ്കിൽ പോലും നമുക്ക് ഇതേണക്കുള്ള സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പം ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പലരിലും കേട്ടിട്ടുള്ളതാണ്. ആ ഒരു ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആഗ്രഹമുള്ള, നമുക്ക് ആകെപ്പാടെ ഒറ്റ ലൈഫേ ഉള്ളൂ. ആ ലൈഫിൽ നമുക്ക് എന്തൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം എൻജോയ് ചെയ്യണം. അത് എൻജോയ് ചെയ്യാതെ പോയിട്ട് ഒരു കാര്യം നമുക്കില്ല. അപ്പം മാക്സിമം നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇതെനിക്ക് വലിയ എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം. എനിക്ക് വലിയ എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്തില്ല. നല്ല വൃത്തി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത് എൻ്റെ അഭിപ്രായമാണ്. ഞാൻ ആക്ച്വലി അഭിപ്രായം ചോദിച്ചു നോക്കാം. എന്താണ് നിന്റെ അഭിപ്രായം? എങ്ങനെയാണ് ഇവിടുത്തെ പ്രൈസിങ്ങും ഫുഡും ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട്? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ടേസ്റ്റും എനിക്കും ഇഷ്ടപ്പെട്ടു. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല, അത് എടുത്തു പറയണം കേട്ടോ. അതെ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടുത്തെ ആംബിയൻസ് കാണിച്ചു തരാത്ത എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനകത്ത് എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ജസ്റ്റ് ഇതൊന്നും വേറെ ഒന്നും എടുക്കാത്തത്. നമ്മൾ പെർമിഷൻ ഒന്നും മേടിച്ചിട്ടില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം നമ്മൾ വീഡിയോ എടുക്കുന്നു ഇടുന്നു. അപ്പൊ ഇനി ബില്ല് പേ ചെയ്തിട്ട് ഇറങ്ങും. ബില്ല് 70 ആയി. അതിനെപ്പറ്റി എന്റെ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. അത് നല്ല അഭിപ്രായമാണ്. അടിപൊളി ഫുഡ് ഈ റേറ്റിന് കിട്ടുമോ വേറെ എവിടെയെങ്കിലും? അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി തിരിച്ചിങ്ങോട്ട് വന്ന വഴിക്ക് ഇതാ ഇത് കണ്ടോ, ഈ സംഭവം കണ്ടോ? അതായത് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഈവന്റ് ഒക്കെ നടത്താൻ പറ്റിയൊരു സ്പേസ് ആണ് കേട്ടോ. ഇതാണ് ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ടല്ലേ ശിവ, നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതായത് അത്യാവശ്യം നല്ല വലിയൊരു ഹാളാണ് അല്ലേ. ഒരു നമ്മുടെ നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഈ ഒരു ഹാളിനകത്ത് ചെയ്യാൻ പറ്റിയ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഒക്കെ വെക്കുന്നത്, കുറച്ച് എന്താ പറയാ, കുറച്ച് ആൾക്കാരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയാലും നമ്മൾ സെലക്ടഡ് ആയിട്ട് വെക്കത്തില്ലേ. പിന്നെ അത് കണക്ക് തന്നെ മീറ്റിങ്ങുകളൊക്കെ
ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ഹാളാണ്, AC ഹാളാണ്. അത് മാത്രമല്ല, നിങ്ങൾക്കിപ്പം ഈ ഒരു ഹാളിൽ വെജ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രിഫറൻസ് വെജ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ കിച്ചണിൽ നിന്ന് തന്നെ നമുക്ക് വെജ് ഫുഡ് തരും. അവർ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് തരും. വേറെ പുറത്തൊന്നും പോകണ്ട. നിങ്ങൾക്ക് നോൺ വെജ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ നോൺ വെജിനുള്ള സാധനങ്ങളും അവർ അറേഞ്ച് ചെയ്ത് തരും. അത് പുറത്തുനിന്നായിരിക്കും അറേഞ്ച് ചെയ്ത് തരുന്നത്. മീൻസ് ഇവരുടെ കിച്ചൺ തന്നെ ആയിരിക്കും പുറത്തുനിന്ന് അറേഞ്ച് ചെയ്ത് തരും. നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അടിപൊളി ഒരെണ്ണമാണ്. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്കൊരു മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് പ്രൊജക്ടറോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട. പ്രൊജക്ടർ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ സ്ക്രീനും ഇവിടെ തന്നെ ഉണ്ട്. അതിനൊന്നും പുറത്തേക്ക് പോകണ്ട. പിന്നെ ആംബിയൻസ് വൈസ് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്ന പാർക്കിംഗ് ഏരിയ. ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ, ഇഷ്ടംപോലെ ഉണ്ട്. അതുകൂടാണ്ട് വാഷ് ഏരിയ എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ. പലയിടത്തും നമ്മൾ ഇത് കണക്ക് ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഇത് കണക്കൊരു വാഷ് ഏരിയ എന്തായാലും കാണാൻ ചാൻസ് വളരെ കുറവാണ്. ഇത്രയും നീറ്റായിട്ട്, അത് അടിപൊളി, നല്ല നീറ്റായിട്ടുള്ളൊരു വാഷ്. എങ്ങനെയുണ്ട്? കൊള്ളതില്ലേ? ഈ ഒരു സ്പേസ് എന്തായാലും നിങ്ങളൊന്ന് എല്ലാവർക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയ നിൽക്കുന്നത് ഒരു പ്രൈം ലൊക്കേഷനാണ്. പ്രൈം ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശ്രാമം മൈതാനത്തിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ഇത്രത്തോളം സുപ്രീമിന്റെ മുകളിലായി, അതെ, നമ്മുടെ സുപ്രീമിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു സ്പേസ് വന്നിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാ സെറ്റപ്പും ഉണ്ട്. നിങ്ങൾക്ക് ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ ഒരു സാധനം പോലും മീറ്റിംഗ് നടത്താനായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് അല്ലേ. ഒരു മീറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു സാധനവും കൊണ്ടുവരണ്ട, ഒരു മൈക്ക് പോലും കൊണ്ടുവരണ്ട. അതാണ് എല്ലാ സാധനവും ഇവിടെ അവൈലബിൾ ആണ്. പ്രൊജക്ടർ ഉണ്ട്, ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്താനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് തുറന്നു തന്നതിന് താങ്ക്സ് അല്ലേ. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല. ഞങ്ങളിങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കണ്ടത്. കോമൺ ആയിട്ടൊരു വാഷിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ലിഫ്റ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് എടുത്തു അല്ലേ, സ്വാഭാവികമായിട്ട് നമ്മൾ സ്റ്റെപ്പ് ചെയ്ത് ഇറക്കിയത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു അടിപൊളിയാണ് കേട്ടോ. എങ്ങനെ എനിക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല അല്ലേ. നമ്മളിപ്പം എന്താ പറയുക, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അത് എടുത്തു പറയണം.